രണ്ടാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. സഹമന്ത്രിമാർ ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ബിജെപിയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിർണായക തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കാം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങൾ വെച്ചിരുന്നുണ്ട്. ബൽറാം, എപ്പോഴാണ് യോഗം ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം. ഉന്മേഷ്, അല്പസമയത്തിനകം തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ആരംഭിക്കും. ഇന്നത്തെ യോഗത്തിൽ സഹമന്ത്രിമാർ ഉൾപ്പെടെ മുഴുവൻ പേരോടും എത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗം ചേരുന്നത് ചാണക്യപുരിയിലെ സുഷമ സ്വരാജ് ഭവനിലാണ്. ഇവിടെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും വിജയിക്കാൻ ആകും എന്ന പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കും എന്നാണ് പ്രഖ്യാപനം. 370 സീറ്റുകൾ ഏറെ നേടും എന്ന പ്രഖ്യാപനവും BJP നടത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനായി ഉള്ളവയ്ക്ക് ഇന്നത്തെ യോഗത്തിൽ രൂപം നൽകും. സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അതിനായി സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ അടക്കമുള്ളവ ഇന്നത്തെ യോഗത്തിൽ ആവിഷ്കരിക്കും. ഒപ്പം തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സർക്കാരിന് വേണ്ടിയുള്ള 100 ദിവസത്തെ കർമ്മ പദ്ധതി, ഒപ്പം തന്നെ 5 വർഷത്തേക്കുള്ള പദ്ധതി രേഖ എന്നിവ തയ്യാറാക്കാൻ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ മന്ത്രിമാർ തങ്ങളുടെ ആശയങ്ങൾ ഈ 100 പരിപാടിയിലേക്കും 5 വർഷത്തെ കർമ്മ പദ്ധതിയിലേക്കുമുള്ള തങ്ങളുടെ ആശയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഈ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ രണ്ടാം നരേന്ദ്രമോദി തന്നെയാണ് സാധ്യത ഉള്ളത്. ഇത് മുന്നിൽ കണ്ട പ്രത്യേകിച്ച് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ 34 പേർ ആദ്യ പട്ടികയിൽ തന്നെ കേന്ദ്രമന്ത്രിമാർ ആണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ മത്സരരംഗത്ത് ഉണ്ട്, ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രചരണം സജീവമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം രൂപം നൽകും. ഇതിനോടൊപ്പം തന്നെ മറ്റ് നിർണായക പ്രഖ്യാപനം ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര മന്ത്രിസഭാ യോഗം അത് ഇന്ന് ചേരുകയാണ്. ഒരുപക്ഷെ നിർണായക പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉണ്ടായേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.